ഒരു പിക്ചർ എടുത്തിട്ടിട്ടുണ്ട് മാറ്റിന് വേണ്ടിയിട്ട്. ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടു. ഓക്കെ, അപ്പോൾ എനിക്ക് മാറ്റ് ചെയ്യേണ്ട പിക്ചർ ഇതാണ്. ഈ പിക്ചറാണ് മാറ്റ് ചെയ്യുന്നത്. ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ കുറേ കാര്യങ്ങളും കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പിക്ചേഴ്സിനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും കൂടെ ഇങ്ങനെ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മാസ്ക് ടൂൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് എടുക്കാം. ഓക്കെ, ഇമ്പോർട്ട്, എഡിറ്റ്, എക്സ്പോർട്ട്. ഓക്കെ, നമ്മൾ എഡിറ്റിലാണ് നിൽക്കുന്നത്. എഡിറ്റിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാസ്ക് ടൂളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വർക്ക് സ്പേസിൻ്റെ അകത്ത് പോകുമ്പോൾ നമ്മളിപ്പോൾ ലേണിങ്ങിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ ഓൾ പാനൽ കൊടുക്കുക. ഓൾ പാനൽ കൊടുക്കാൻ നേരത്ത് എല്ലാ പാനലും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സെറ്റിങ്സ് കിട്ടുകയുള്ളൂ. വരയ്ക്കാനുള്ള സെറ്റിങ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, കണ്ടോ, മാറ്റിൽ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിൻ്റെ അകത്ത് ഇതാ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ടാബുണ്ട്, കണ്ടല്ലോ. മാറ്റിൻ്റെ അകത്ത് ഒപ്പാസിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ മരം മാത്രം ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. ഞാൻ ഇപ്പോൾ റഫായിട്ട് വരയ്ക്കുകയാണ് തൽക്കാലത്തേക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ഈ ഒരു ഏരിയക്കകത്ത് ഇവിടം വരെ മതിയെന്ന് വിചാരിക്കുക. കട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് കട്ടായി അല്ലേ, സെപ്പറേറ്റ് ആയിട്ട് കട്ടായി. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഇത് ഇങ്ങനെ കട്ടായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് വേണ്ട, നമുക്ക് കുറച്ച് ഭാഗം മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെ സ്വല്പം നീക്കിയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫെദർ ചെയ്യാൻ പറ്റും, കണ്ടോ, ഫെദർ ചെയ്യാൻ പറ്റും ഇതിനെ. ഇപ്പോൾ ഫെദർ ചെയ്താൽ അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാറ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും കൂടെ നമുക്ക് എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഇതെങ്ങനെ വലിച്ച് ഇവിടെ ഇട്ടാൽ അത് എത്ര എണ്ണം വേണം ഇടാമല്ലോ. ഇതിൻ്റെ മുകളിൽ ഇതങ്ങ് ഇട്ട് കൊടുക്കുക. കാരണം പൊസിഷനൊന്നും നമ്മൾ ചേഞ്ച് ആവുന്നില്ല. പക്ഷെ നോക്കുമ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു പിക്ചറും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതെവിടെ സെലക്ട് ചെയ്തിട്ട് മാസ്ക്. ഇപ്പോൾ ഇൻവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണത്തുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി ഇതല്ല, ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു സെപ്പറേറ്റ് മാത്രമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. കണ്ടോ, ഇത് ഓഫ് ചെയ്താൽ ഇത് മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ നമുക്ക് പൊസിഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമേ. ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഷനുണ്ട്. അതിൻ്റെ അകത്ത് പൊസിഷൻ കണ്ടോ ചേഞ്ച് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റ് പുതിയൊരു ഒബ്ജക്റ്റും കൂടെ ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കാം. മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫെദർ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പം നോക്കിയേ, കണ്ടോ, നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാം. അതേ നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഫെദർ, അത്രയും ഫെദർ വേണ്ട, ഒരു മിനിമം ഒരു ഫെദർ മതിയാവും. ഒരുപാട് ഫെദറാണെങ്കിൽ വൃത്തിയിടാവും. കണ്ടോ, അപ്പോൾ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ളൊരു ഫെദർ വെച്ചിട്ട് അതിൻ്റെ മോഷനും അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് മൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെ വയ്ക്കണം ആ ഒരു ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലേസ് ചെയ്യാം, അറിയാത്ത രീതിയിൽ അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മാസ്കിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറയും, സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇൻക്രീസ് ആവും. ഫെദർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ ഫെദർ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതല്ല വ്യക്തമായിട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ ഞാനിപ്പോൾ റഫായിട്ട് ചെയ്ത് കാണിക്കുകയാണ്. അതിൻ്റെ എക്സ്പാൻഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇത് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇൻവേർട്ട് ചെയ്യാം, തിരിക്കാം. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് തിരിക്കാം. അതൊരു സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ മൂവ് ചെയ്തിട്ട് ഞാനിപ്പോൾ മാക്സിമം ഇത് തന്നെ കൊടുക്കുകയാണ്. എക്സ്പാൻഷൻ ഞാൻ 0 ആക്കി, ഫെദർ മാത്രം ഞാൻ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നൊരു ഫീലുണ്ട്. അതേപോലെ ഒപ്പാസിറ്റി ഞാൻ 0 ആക്കിയ ശേഷം വീണ്ടും അതിൻ്റെ ഫെദർ വാല്യൂ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ മാസ്കിലാണ് ഈ പരിപാടി കംപ്ലീറ്റ് ഇരിക്കുന്നത്. കണ്ടോ, ഓക്കെ, അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചതുകൊണ്ടാണ് ഒപ്പാസിറ്റി നമുക്ക് കൂട്ടാം. കണ്ടോ, ഇതെങ്ങനെയാണ് ഇരിക്കുന്ന സംഭവം. ഇതിൻ്റെ അകത്ത് ഒരു സെപ്പറേറ്റ് സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മരത്തിൻ്റെ ഒരു സെപ്പറേറ്റ് കോപ്പിയും കൂടി ഇവിടെ വെച്ചു, അത്രേ ഉള്ളൂ. സെലക്ട് ചെയ്തു, ഒപ്പാസിറ്റിയും ഫെദറും ഇതാ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പൊസിഷൻ പിടിച്ച് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു. ഓക്കെ, എന്നിട്ട് അതിനെ സ്വല്പം ഒന്ന് വലുതാക്കാം. കാരണം എന്താണ്, ഈ എഡ്ജ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എഡ്ജിനെ പിടിച്ചങ്ങ് സ്കെയിൽ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ മൂവ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലും കൂടെ ഞാൻ വെച്ച് കൊടുത്തേ. ഓക്കെ, എന്നിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു മാസ്ക് ടൂളും കൂടെ ഇടാം. ഇതിൻ്റെ അകത്ത് വേറൊരു മാസ്ക് ഇങ്ങനെ കറക്കി മാസ്ക് ചെയ്യാം. ഓക്കെ, അതിലാണ് ഞാൻ മാസ്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ അതിനെ പിടിച്ചിട്ട് 2 അല്ലേ, മാസ്ക് 2 ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിനെ ഇൻവേർട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോഴത്തേക്ക് ആ വെള്ള ഭാഗങ്ങളൊക്കെ പോയല്ലോ. ഇനി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഭാഗം മാത്രം, എവിടെയൊക്കെ നമുക്ക് വേണം ആ ഒരു ഭാഗം മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
മൂവ് ചെയ്യുന്നു, ആ ഭാഗം മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫെദർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഫെദർ അഡ്ജസ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ അതിൽ ആ ഒരു ലയിച്ചിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇതിലും സെലക്ട് ചെയ്യുക, ഇതിലും ഫെദർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലയിച്ചിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. ഞാൻ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെയായി. അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ആ മാസ്ക് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ മാസ്കിനെ ഓക്കെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണത്തിനുള്ളത് നമ്മൾ 2 എണ്ണം ആക്കി. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താണ് കട്ട് ചെയ്യാനുള്ളത് അത് നമുക്ക് കട്ട് ചെയ്ത് വീണ്ടും നമുക്ക് സെപ്പറേറ്റ് ഇത് കൊണ്ടുവയ്ക്കാം. ഞാൻ അത് ചെയ്യുന്നില്ല, പകരം ഞാൻ വേറൊരു സംഭവം ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അകത്തുനിന്നും ഒരു ബേർഡ്, ഒരു ഡ്രാഗൺ എടുത്ത് ഞാൻ എൻ്റെ മുകളിൽ വെച്ചു. ഓക്കെ, ഡ്രാഗണെ ഞാൻ സ്കെയിൽ ചെയ്തേ. ഓക്കെ, വൈറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്നത് സ്വല്പം എന്താണ് പണിയായിരിക്കാം. നമുക്ക് നോക്കാം, സ്ക്രീൻ അടിച്ച് കട്ട് ചെയ്യാൻ പോകുമെന്ന് നോക്കാം. ഇല്ല. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി അത് കട്ട് ചെയ്യണം. അതുകൊണ്ട് തൽക്കാലം ഞാനിതിനെ ഒഴിവാക്കി. നമുക്ക് കറക്റ്റ് കട്ട് തന്നെ വരണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. എല്ലാത്തിലും ബ്ലാക്ക് തന്നെ വരണം. ഓക്കെ, നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇതിലും സെയിം പ്രോബ്ലം ഉണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, മാസ്ക് ചെയ്യാമല്ലോ. മറ്റത് മാസ്ക് ചെയ്യാം കേട്ടോ. ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് എന്ത് വേണമെങ്കിലും മാസ്ക് ചെയ്ത് വിടാമെന്നുള്ളതേ ഉള്ളൂ. ഇതാ ഇങ്ങനെ വന്നു. ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് സ്വല്പം ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടി നമുക്ക് ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ഓരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇത് കട്ട് ചെയ്തു. ഞാൻ ഇതിൻ്റെ പൊസിഷനെ പിടിച്ച് നീക്കി വെച്ചു. അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. 1 മിനിറ്റ്. അതിന് മുന്നേ നമുക്ക് വർക്ക് സ്പേസിൻ്റെ അകത്ത് വ്യൂവിൻ്റെ അകത്ത് റെസൊല്യൂഷൻ നല്ലവണ്ണം കുറയ്ക്കുക. പ്ലേ ബാക്ക് റെസൊല്യൂഷൻ 1/8 ആക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മൂവ് ചെയ്തിട്ട് 1/4 മാത്രം. എന്തോ അത് 1/4 മാത്രം റെസൊല്യൂഷൻ ഇല്ലല്ലേ, പുതിയതില്ലല്ലേ, പുതിയ വെർഷനിലാണോ? ഇതിപ്പോൾ 1:16 ഉണ്ടല്ലോ, 1:16 വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ചില എനിക്ക് തോന്നുന്ന വെർഷൻ്റെ വ്യത്യാസമായിരിക്കും അത്. ഇനി ഇതിൻ്റെ അകത്ത് ഫെദർ നമുക്ക് സ്വല്പം ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ഉണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോവും ഫെദർ ചെയ്ത് കഴിഞ്ഞാൽ. ഒരുപാട് ഫെദർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയക്കകത്ത് ആ ഒരു പ്രശ്നമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ ഉണ്ടല്ലോ, ഇതിനെ മൂവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയാത്ത രീതിയിൽ ഏതുകൊണ്ട് ആ ഒരു പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വേറെ പ്രോപ്പർ എന്താണ് കട്ടായിട്ടുള്ള ഇമേജസ് വേറെ കാണും. നമുക്ക് ആ ഒരു ഇമേജ് എടുക്കാം. ഇത് വേണ്ട, നമുക്ക് പ്രോപ്പർ കട്ടായിട്ടുള്ള ഇമേജസ് എടുക്കാം. ഇവിടെ ഡിലീറ്റ് ചെയ്തതിന്. ഓക്കെ, ഇത് 2 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോപ്പർ കട്ടായിട്ടുള്ള ഇമേജസ് ഉള്ള ഫുട്ടേജ് എടുക്കാം. അതിനകത്തുനിന്നൊരു 3 എടുക്കാം. 3 ആകുമ്പോൾ പ്രശ്നമില്ല, ബ്ലാക്ക് ആണ്. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടായിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ബേസിക് അനിമേഷൻ നമുക്ക് തുടങ്ങാം. ഇതിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൊസിഷൻ എടുത്ത് ഞാൻ മൂവ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ മാത്രം ഇട്ട ഒരു സുഖമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു കോപ്പി എടുക്കാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, മൂണിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്ക് എഫക്ട്സിൻ്റെ അകത്ത് ഒരു ചെറിയ ഗ്ലോ അടിച്ചു കൊടുക്കാം. അപ്പോൾ എഫക്ട്സ് കൺട്രോളിൻ്റെ അകത്ത് പോയിട്ട് ഒരു ചെറിയ ബ്ലർ അല്ലെങ്കിൽ ഗ്ലോ ഏതായിരുന്നാലും കൊടുക്കാം. ബ്ലറായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കൂടുതൽ സൂട്ട് ആവുന്നത്. സോ അതിൻ്റെ അകത്ത് ബ്ലർ നമുക്ക് വേണമെങ്കിൽ ബ്ലർ കൊടുക്കാം. അതായത് റൈറ്റ് സൈഡിൽ ഇവിടെ എഫക്ട്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ബ്ലർ കൊടുക്കാം. BLUR ബ്ലർ. അപ്പം നമുക്ക് സാധാരണ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോസിയൻ ബ്ലറാണ്. ഗോസിയൻ ബ്ലറിനെ വലിച്ചത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ബ്ലർനെസ് കൂട്ടാം. കണ്ടോ, അപ്പോൾ അത് അവിടെ ഒരു ബ്ലർനെസ്സും കൂടെ വന്നു. ഓക്കെ, ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലറും കൂടെ ഉള്ളതുകൊണ്ടാണ്. ഒരുപാട് ബ്ലറായി കഴിഞ്ഞാൽ അവിടെ ഒരു ഇത് ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഒരുപാട് ബ്ലറിൻ്റെ ആവശ്യം നമുക്കില്ല. ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതെല്ലാം ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നാലും മതി, കുഴപ്പമില്ല. സെലക്ട് ചെയ്തു, ഇതിനെ റിമൂവ് ചെയ്യാൻ തൽക്കാലത്തേക്ക്. ഒരെണ്ണത്തിന് അങ്ങ് റിമൂവ് ചെയ്യാം. ഞാൻ ഈ ബ്ലർ കൊടുത്തില്ല, അതിന് തൽക്കാലം ഞാൻ റിമൂവ് ചെയ്തത്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അനിമേറ്റ് ചെയ്ത് വിടാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇതിൻ്റെ അകത്തൊരു പൊസിഷൻ ആഡ് ചെയ്യുന്നു, മൂവ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു.
ഓക്കെ, ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡിലാണ് പോകേണ്ടത്. നമുക്ക് കുറച്ച് സ്ലോ ആക്കാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ടെമ്പററി ഇൻ്റർപോളേഷൻ ഈസ് ഇൻ. ഇവിടെയും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഈസ് ഇൻ. ഓക്കെ, അങ്ങനെ സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടോ, അപ്പോൾ കുറേ സമയം വേണ്ട നമുക്ക്. അപ്പോൾ നമുക്ക് സമയം നീട്ടി വെച്ച് കൊടുക്കുക. ഉണ്ടോ, എപ്പോഴും ടൈമിങ് ഇവിടെ വീണ്ടും കൂട്ടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൈമിങ്ങിൽ പതുക്കെ പോകത്തക്ക രീതിയിൽ വീണ്ടും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ സ്വല്പം കൂടെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും നമുക്ക് ഇതിനെ വീണ്ടും അങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, സ്മൂത്തായില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതങ്ങ് പോയി, കാരണം എന്താ, ഇത് പകുതി കിടക്കുകയല്ലേ. അപ്പം നമുക്കിതിനെ മൂവ് ചെയ്ത് അങ്ങ് അറ്റം വരെ കൊണ്ടുവച്ച് കൊടുക്കാം. ഫുള്ള് വേണം, ഇതിനെ നമുക്ക് ഫുള്ള് വെച്ച് കൊടുക്കാം. ഇതാ, ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം. ഇനി അടുത്ത ഏതെങ്കിലും ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒബ്ജക്റ്റിന് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ അകത്തൊരു കാർ ഉണ്ടെന്ന് വിചാരിക്കുക. കാറിനെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഓപ്പൺ, കാറിനെ എടുത്ത് ഇതിൻ്റെ മുകളിലിട്ട്. ഓക്കെ, എന്നിട്ട് ഈ കാറിനെ സെലക്ട് ചെയ്തിട്ട് കാറിനെ ഞാൻ സ്കെയിൽ ചെയ്ത് കൊടുത്തു. ഓക്കെ, കാറിനെ എവിടെ പ്ലേസ് ചെയ്യണം ആ ഒരു പൊസിഷനിലത്തേക്ക് നമുക്ക് കാറിനെ പ്ലേസ് ചെയ്യാം. ഇവിടെ പ്ലേസ് ചെയ്തേ. ഓക്കെ, ഒരു ഫസ്റ്റ് വണ്ണിൽ സ്കെയിൽ കറക്റ്റായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കാർ ഉണ്ട്. പിന്നെ അടുത്ത ഇനി എന്ത് വേണം, അടുത്ത നമുക്ക് പ്ലേസ് ചെയ്യാം. ഫയൽ, ഇമ്പോർട്ട്. നെക്സ്റ്റ് വൺ ഏതാണ്, നമുക്കൊരു ഫയർ വെച്ച് കൊടുക്കാം. ഒരു തീ കത്തുന്ന ഒരു ഫീൽ വരാൻ വേണ്ടി ഒരു ഫയർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. സെലക്ട് ചെയ്യുന്നു, ഫയർ സ്കെയിൽ ചെയ്യുക. ഫയറൊക്കെ ഈസി ആയിട്ട് കട്ടാവും, കാരണം ബ്ലാക്ക് ആണ്. ബ്ലെൻഡിങ് ഓപ്ഷൻ്റെ അകത്ത് എന്ത് കൊടുക്കാം, സ്ക്രീൻ കൊടുക്കുക, അപ്പോൾ തന്നെ കട്ടാവുന്നത്. ഓക്കെ, അത് കട്ടായി. അതിൻ്റെ പൊസിഷൻ പിടിച്ചിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ അവിടെ വെച്ച് കൊടുക്കുക. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്കെയിൽ ചെയ്ത് വിടാം. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി എന്താണ് ഈ ഒരു ടൈപ്പ് സംഭവം എന്ന് പറയുന്നത്, എന്താണ് മാറ്റ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഇപ്പം മാനുവലി ഇപ്പോൾ പക്ഷി പറന്നു പോകണത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷി പറന്നു പോകണം ആഡ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം നമുക്ക് ഇതിൻ്റെ അകത്ത് അനിമേഷൻ കൊടുക്കാം അത്രത്തോളം അനിമേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ അനിമേറ്റ് ചെയ്യാം, അതാണ് അടുത്ത ചോദ്യം. കാരണം ഇതിൻ്റെ അകത്ത് ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അനിമേറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, നമ്മുടെ ലാസ്റ്റ് മാറ്റ് ഉണ്ടല്ലോ, മാറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്, മാറ്റിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഉണ്ട്, എക്സ്ട്രാ ഒരു സംഭവം കൂടെ ഉണ്ട്. അതേതാണെന്ന് ആലോചിക്കുക, ഏതാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അനിമേറ്റ് ചെയ്ത് പോകുമ്പം അത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് അതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യാം, അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. BG എന്ന് പറഞ്ഞു കൊടുക്കുക, ഇവിടെ BG. ഓക്കെ എടുത്തു, ഇങ്ങനെ വെച്ചു. നമുക്ക് അതിൻ്റെ ഇതൊന്ന് എഡിറ്റിൻ്റെ അകത്ത് പ്രിഫറൻസസിൻ്റെ അകത്തെ ഇത് ക്യാഷ് ഉള്ളപ്പോൾ കൂടുതൽ കിടക്കുകയായിരിക്കും, ഭയങ്കര സ്ലോ ആവുന്നു. മീഡിയ ക്യാഷ് എടുക്കുന്നു, മീഡിയ ക്യാഷിൻ്റെ അകത്ത് എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് യൂസ്ഡ് അൺമീഡിയ ക്യാഷ്. ഓക്കെ, അത് ക്യാഷ് അങ്ങ് റിമൂവ് ചെയ്ത് പോകുമ്പോഴേ കുറച്ചും കൂടെ സ്പീഡാവും. ഇത്രയും ഇതിട്ടിട്ട് തന്നെ നല്ല സ്ലോ ആവുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതിനെ നമ്മൾ അനിമേറ്റ് ചെയ്യണേ. അപ്പോൾ അനിമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കെയിൽ ചെയ്ത് നോക്കാം. ഇങ്ങനെ കണ്ടോ, അപ്പോൾ സ്കെയിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം കണ്ടോ, ബാക്കി രണ്ടെണ്ണം സെപ്പറേറ്റ്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 ഒഴിച്ചിട്ട് ബാക്കി രണ്ടെണ്ണത്തിനും കൂടെ സെലക്ട് ചെയ്യുക. ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഇതും കൂടെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക്, നെക്സ്റ്റ് BG. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ BG ആയിട്ടുണ്ട് അല്ലേ, മൊത്തത്തിൽ BG ആയിട്ടുണ്ട്. ഇനി ആ BG നമുക്ക് അനിമേറ്റ് ചെയ്ത് വിടാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ BG FX കൺട്രോളിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ സ്വല്പം ഒന്ന് അനിമേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്കെയിൽ അനിമേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സ്കെയിൽ ഉണ്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പുറകിലേക്ക് വരാം. കുറച്ചൊന്ന് പുറകിലേക്ക് വരാമേ, ഇത്രയും വേണ്ട. ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് ഞാൻ സ്കെയിലിനൊരു വാല്യൂ ഇട്ടു. എന്നിട്ട് ഇവിടെ നിന്ന് പതുക്കെ, വളരെ പതുക്കെ ഇവിടം വരെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. സ്കെയിൽ പതുക്കെ ഇൻക്രീസായി വരുന്ന രീതിയിൽ ഇങ്ങനെ. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസ് ഇൻ.
ഇത് കുഴപ്പമില്ല, ഇതങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, അത്രയും ആ ടൈമിൽ ആ മൂണിന് അത്രയ്ക്ക് മൂവ്മെൻ്റ് ഇല്ല, അതാണ് പ്രശ്നം. ആ മൂണിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുറേ കൂടെ അങ്ങ് പോട്ടെ. ഇത് ഇങ്ങനെ പിടിച്ച് സ്കെയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങനെ എത്രത്തോളം മൂവ് ചെയ്യാം അത്രത്തോളം അതിനെ അങ്ങ് മൂവ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ ആ രീതിയിൽ നമ്മളിങ്ങനെ പാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എക്സ്ട്രാ ഗ്രീൻ സ്ക്രീൻ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഈസി ആയിട്ട് ഗ്രീൻ സ്ക്രീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ സ്ക്രീനിൽ പോവുകയാണ്. ഗ്രീൻ സ്ക്രീനിൽ പോയിട്ട് ഗ്രീൻ സ്ക്രീനിൻ്റെ എനിക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ അകത്ത് ഗ്രീൻ സ്ക്രീൻ ഇത്രേ ഉള്ളൂ. ഒന്നുകിൽ ഹെലികോപ്റ്ററിൻ്റെ ഒരു ഫ്ലൈ ചെയ്യണ ഒരു സംഭവം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. എത്രത്തോളം ബ്ലെൻഡ് ആവും എന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അതിൻ്റെ അകത്ത് എനിക്ക് വീഡിയോ ഓഡിയോയും കൂടെ ഉണ്ട്, ഇതും കൂടെ ഉണ്ട്. ഏതാണ് ഓഡിയോയും കൂടെ. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, അൺലിങ്ക് ചെയ്യുക, ഇതിന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഈ ഹെലികോപ്റ്ററും കൂടെ ഉണ്ട്. ഹെലികോപ്റ്ററിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം, കീയിലേറ്റിട്ട് കട്ട് ചെയ്ത് കളയുക. സോ ഇവിടെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ലൂമാക്കിയിട്ട് കട്ട് ചെയ്ത് കളയുക. ഏതാണെന്ന് വെച്ചാൽ കീന്ന് അടിക്കുമ്പോൾ തന്നെ വരും. കീന്ന് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അല്ലെങ്കിൽ ഇത് അതിൻ്റെ അകത്ത് ലൂമാക്കി, കളർ കീ, അൾട്രാ കീ, അല്ലെങ്കിൽ അൾട്രാ കീ ഉണ്ട് കണ്ടോ, അൾട്രാ കീ വെച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലിടുന്നു. ഇവിടെ നിന്ന് ഇതിനെ അങ്ങ് പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കളയുക. അതാകുമ്പോൾ നമുക്ക് അനിമേഷൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീൻ സ്ക്രീൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അനിമേഷൻ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വന്നോളും പ്ലേ ചെയ്ത് കഴിയുമ്പോൾ. കണ്ടോ, വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ അനിമേറ്റ് ചെയ്യാം. ഞാൻ പൊസിഷൻ എടുത്ത് ഇങ്ങ് മൂവ് ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്ന് കണ്ടോ, പൊസിഷനിലൊരു കീ ഇട്ടു. ലാസ്റ്റ് വരുമ്പോൾ ഇവിടെ വന്നാൽ മതി. അപ്പോൾ ഞാൻ പൊസിഷൻ പതുക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് കൊടുക്കുക. മാക്സിമം ആ ഒരു ഏരിയക്കകത്തോട്ട് മൂവ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻ്റർപോളേഷൻ, ഈസി ഇൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി എന്താണ് മാറ്റ് പെയിൻറ്റ്. അങ്ങോട്ട് കയറി പോവാം. ഇതിൽ ക്യാമറ ഇല്ല. ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കയറി പോവാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അത്രയും പറ്റത്തില്ല. നമ്മൾ സ്കെയിൽ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ പൊസിഷനും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഈ ബീജിക്കകത്തെ പൊസിഷനും കൂടെ നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ മാത്രം ഇടണ്ട, പൊസിഷൻ കൂടെ ഇടണമെന്ന് വെച്ചാൽ പൊസിഷനും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് പൊസിഷൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് നോക്കാം. എന്താ ഇങ്ങനെ ഉണ്ടോ, അപ്പോൾ പൊസിഷനും കൂടെ വരും. മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക്, ഇൻ്റർപോളേഷൻ, ഈസി മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ അതുകൊണ്ട് പോകും. അപ്പോൾ ആ ഒരു ഫീലും കൂടെ കിട്ടും. ആ ഒരു മൂമെൻറ്റിൻ്റെ ആ ഒരു ഫീലും കൂടെ നമുക്ക് കിട്ടും.